സാറേ, താൻ ആ കിസ്തളവിനുള്ള കള്ളാസ് എഴുതി വിട്ടാ? ഇല്ല മുതലാളി, ഇന്ന് വിട്ടേക്കാം. ശരിക്ക് തട്ടിയേക്കണം കേട്ടാ. കിസ്തളവ് ചെയ്തു തന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഇനിയും വരുമെന്നൊരു ഒരു സൂചന. അതെ, അത് തന്നെ. വെട്ടിത്തുറന്ന് എഴുതി കളയരുതും, വായിച്ചാ പിടി കിട്ടുകയും വേണം. അതെല്ലാം ഞാൻ ഏറ്റു മുതലാളി. പക്ഷേ ഒരു കുഴപ്പം, 2 ദിവസത്തെ പണിമുടക്കെങ്കിലും നടക്കാതെ കിസ്തളവ് ചെയ്തു തരണമെന്ന് എങ്ങനെ ആവശ്യപ്പെടും? ആ യൂണിയൻകാരോട് പറയടോ 2 ദിവസം ഒന്ന് മുടക്കിത്തരാൻ. ഒരു വക പുത്തമ്മണക്കാരന്റെ വിവരദോഷം എന്നോട് പറയരുത്. ബോധത്തിന് പറയുന്നുണ്ട്, അതിലില്ലേ? പൊന്നു മുതലാളി, മാപ്പാക്കണം. അബദ്ധം സംഭവിച്ചു പോയി. ഞാനിപ്പോ എന്നതാണ് ഈ പറഞ്ഞത്? മായയാണോ മന്ത്രമാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. എന്റെ മുമ്പിൽ വേറെ ആരോ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ തന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഇല്ല മുതലാളി, എന്റെ ഉള്ളു ശുദ്ധമാണ്. അശുദ്ധമായതാണ് പുറത്തോട്ട് തള്ളിയത്. ശരി ശരി, പുത്തമ്പണക്കാരന്റെ വിവരദോഷം അല്ലേ? ഇരിക്കടോ. കോലത്തുനിന്ന് ആ കൊച്ചമ്പ്രാട്ടി വന്നേച്ചും പോയി. ആര്? കോലത്തെ കൊച്ചമ്പ്രാട്ടി വന്നേച്ചും പോയെന്ന്. അതിനിവിടെ തമ്പുരാക്കന്മാരും ഇല്ലല്ല. നിങ്ങ അവിടെ ഇട്ട് ചാരായം മാറ്റാൻ പോണണ്ടാ? ഇതെന്നത് നോട്ടാണ്? നിങ്ങ അവിടെ ഇട്ട് ചാരായം മാറ്റാൻ പോണെന്ന് പറയണത് നേരാണാ? എടോ, സാറോ എന്തോ എഴുന്നേറ്റ് നെല്ലി. നമ്മളെ 2ആളെയും വിത്തരിക്കാൻ പോവുകയാണ് മന്ത്രി മംഗമാമ. പുതിയ കേസ് മന്ത്രിയാണ്. ഇങ്ങാട്ടിരിയെന്ന് കളിയാക്കൊന്നും വേണ്ട. അമ്മമ്മ ഇതാരപ്പ? കേസ് ഇൻസ്പെക്ടറാ? നിങ്ങ അവിടെ ഇട്ട് ചാരായം മാറ്റാൻ തുടങ്ങിയ പിന്നെ ആ തമ്പരാട്ടിമാർക്ക് അവിടെ കഴിഞ്ഞുകൂടാനൊക്കുവാ. വേറെ വല്ലയിടത്തും കൊണ്ടുപോയിട്ട് മാറ്റാമേലേ? എടീ, വാറ്റാൻ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടല്ലേ. എനിക്ക് മേലെ കോലാത്ത വലിയ തമ്പുരാൻ കിടന്നുറങ്ങിയ മുറിയിൽ ഇട്ട് ചാരായം മാറ്റണം. അതെന്താ അത്ര വലിയ നിർബന്ധം? അത് നീ തന്തക്ക് പറഞ്ഞവനാണെങ്കിലേ അറിയാനൊക്കെ ഉള്ളു. ആ കോലോ നിൽക്കുന്നിടത്ത് കുളം തോന്നണമെന്നായിരുന്നു കൊച്ചിലെ മുതലുള്ള എന്റെ ഒരാശ. ഓരോരോ ബാലചാബല്യങ്ങളെ. എന്താ? എടീ, എന്റെ അച്ഛനെ വെട്ടിയരിഞ്ഞിട്ട കോലാത്തിട്ട് ഞാൻ ചാരായം വാറ്റും. അതിനാണ് ചോദിച്ച വില കൊടുത്ത് ഞാനത് മേടിച്ചത്. ആ തമ്പുരാട്ടിമാരുടെ ഓഹരി മാത്രം തന്നില്ല. കെട്ടിപ്പിടിച്ചണ്ടിരുന്നോട്ട. ഞാൻ അവിടെ ഇട്ട് ചാരായം വാറ്റ് തുടങ്ങുമ്പോ തമ്പുരാട്ടിമാര് താനേ പുറത്ത് ചാടും. അപ്പൊ ഞാൻ വാറ്റ് നിർത്തും. എന്നിട്ട് ആ കോലാത്തിന് തീയിടും. അത് കഴിഞ്ഞ് അവിടെ ഒരു കുളം കുഴിക്കും. ആ കുളത്തിൽ നിന്ന് ഒരു കൈ വെള്ളം കോരി ഞാൻ കുടിക്കും. എന്നാലേ എന്റെ ഉള്ളൊന്ന് തണുക്കുള്ളൂ. എന്റെ അച്ഛന്റെ ചോര വീണ സ്ഥലാണത്. വിടുകേല